ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കാൽവരി മലയിൽ ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യരാശിയുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് മനുഷ്യരുടെ രക്ഷയ്ക്കായി കുരിശിൽ മരിച്ച ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ സ്മരണകളിൽ ക്രൈസ്തവർ ദുഃഖവെള്ളി ഗുഡ് ഫ്രൈഡേ ആചരിക്കുന്നു. പ്രത്യാശയുടെ അടയാളവും പ്രതീക്ഷയുടെ നല്ല വെള്ളിയുമായതിനാലാണ് ഈ ദിവസത്തെ ഗുഡ് ഫ്രൈഡേ എന്ന് വിളിക്കുന്നത്. ഇന്നേ ദിനം ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയർപ്പിക്കാറില്ല. പകരം പ്രത്യേക തിരുക്കർമ്മങ്ങളും യേശുവിൻ്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങൾ സ്മരിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴി സ്ലീവാപാത അഥവാ പരിഹാര പ്രദക്ഷിണത്തിനുമാണ് പ്രാധാന്യം. ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിലെ സംഭവങ്ങൾ ചിത്രീകരിക്കുന്ന 14 സ്ഥലങ്ങളായി തിരിച്ചാണ് കുരിശിൻ്റെ വഴി പൂർത്തിയാക്കുന്നത്. പീലാത്തോസിൻ്റെ ശിക്ഷാവിധി മുതൽ കല്ലറ വരെ. യേശുവിനെ മരണത്തിന് വിധിക്കുന്നു. യേശു തൻ്റെ കുരിശ് വഹിക്കുന്നു. യേശു ആദ്യമായി വീഴുന്നു. യേശു തൻ്റെ അമ്മയെ കണ്ടുമുട്ടുന്നു. കുരിശു ചുമക്കാൻ യേശുവിനെ സഹായിക്കുന്ന ശിമയോൻ. വേറോനിക്ക യേശുവിൻ്റെ മുഖം തുടയ്ക്കുന്നു. യേശു രണ്ടാമതും വീഴുന്നു. യെരുശലേമിലെ സ്ത്രീകൾ യേശുവിനെ ഓർത്ത് കരയുന്നു. യേശു മൂന്നാം പ്രാവശ്യവും വീഴുന്നു. യേശുവിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. യേശു കുരിശിൽ മരിച്ചു. യേശുവിനെ കുരിശിൽ നിന്ന് ഇറക്കുന്നു. യേശുവിനെ കല്ലറയിൽ സംസ്കരിച്ചു. ഇതെല്ലാമാണ് കുരിശിൻ്റെ വഴിയിൽ കാണുന്ന 14 സ്ഥലങ്ങൾ. ദേവാലയങ്ങളിൽ പരിഹാര പ്രദക്ഷിണത്തിന് ശേഷം പാവയ്ക്ക അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല വിശ്വാസികൾക്ക് നൽകാറുണ്ട്. കുരിശിൽ കിടന്നപ്പോൾ യേശുവിനെ തൊണ്ട വരണ്ട നേരത്ത് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ വിനാഗിരിയാണ് പടയാളികൾ വെച്ചു നീട്ടിയത്. ഈ സംഭവത്തിൻ്റെ പ്രതീകമാണ് കയ്പുനീര് കുടിക്കൽ. നമ്മുടെ പാപങ്ങൾ സ്വയം ഏറ്റെടുത്ത് മുൾക്കിരീടവും ചൂടി കുരിശും തോളിലേറ്റി ചാട്ടവാറടിയും കൊണ്ടാണ് യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ത്യാഗമായി അർപ്പിച്ചത്. യേശുവിൻ്റെ ക്രൂശിത രൂപം കാണുമ്പോൾ രക്തത്തിൽ കുളിച്ച, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച, 3 ആണികളിൽ മരിച്ച യേശുവിൻ്റെ മുഖം ഓർമ്മപ്പെടുത്തലാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച ഒരു പിതാവിൻ്റെ ഓർമ്മ. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുരിശിലേക്ക് നടന്നു കയറിയ യേശുവിൻ്റെ ഓർമ്മ. സ്നേഹവും രക്ഷയും ക്ഷമയും ഒരുമിച്ച് ചേർന്ന വിശുദ്ധ കുരിശിൻ്റെ ഓർമ്മ. ക്രൂശിൽ മരിക്കാൻ യേശു തയ്യാറെങ്കിൽ അവൻ നമ്മളെല്ലാവരെയും അത്രമാത്രം സ്നേഹിക്കുന്നുവെന്നാണ് ദുഃഖവെള്ളി നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നത്.